ഭരണമുണ്ടെന്ന് കരുതി കോൺഗ്രസുകാർക്കെതിരെ എന്തും ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. അതോടെ BJPയുടെ നീക്കത്തിന് രാജ്യവ്യാപകമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. അതായത് ഒരു കവിത പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് MP-ക്കെതിരെ കേസെടുത്ത ഗുജറാത്ത് പോലീസിനെ അതിരൂക്ഷമായിട്ടാണ് സുപ്രീം കോടതി വിമർശിച്ചത്. പോലീസ് എന്താണ് കരുതിയതെന്നും ഭരണഘടന 75 വർഷം പിന്നിടുമ്പോഴെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം എന്തെന്ന് പോലീസ് മനസ്സിലാക്കണമെന്നുമാണ് സുപ്രീം കോടതി തുറന്നടിച്ചത്. ഒരു കവിതയുടെ പേരിൽ ഒരാൾക്കെതിരെ കേസെടുക്കുന്നതിന് മുൻപ് പോലീസ് ആ കവിത വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമായിരുന്നുവെന്നും സാമാന്യ വിവരം കാട്ടേണ്ടതായിരുന്നുവെന്നും ജഡ്ജിമാരായ അഭയ് SOK അതുപോലെ ഉജ്വൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് ഗുജറാത്ത് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നു. എക്സിൽ ഒരു കവിത പങ്കുവച്ചതിന് തൻ്റെ പേരിൽ ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗം ഇമ്രാൻ പ്രതാപ്ഗഡി നൽകിയ ഹർജി വിധി പറയാൻ മാറ്റിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഗുജറാത്തിലെ ജാംനഗറിൽ സമൂഹ വിവാഹ ചടങ്ങിനിടെ ആലപിച്ച ഒരു കവിതയുടെ വീഡിയോ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിന് പ്രതാപ്ഗഡി MP-ക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ 196, 197 വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. ഏ ഖൂൻ കി പ്യാസി ബാത് സുനോ എന്ന കവിതയാണ് ഇമ്രാൻ പ്രതാപ്ഗഡി MP എക്സിൽ പങ്കുവച്ചത്. ഇതിന് മതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ദേശവിരുദ്ധമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ വർഗീയതയുടെ കണ്ണോടുകൂടിയാണ് BJPയും BJPയുടെ പോലീസും അതിനെ കണ്ടത്. കേസിനാസ്പദമായ ഈ കവിത സത്യത്തിൽ അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും അത് പൂർണ്ണമായും സർഗാത്മകമായിരുന്നുവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ പ്രതികാരദാഹികളായ ഗുജറാത്ത് പോലീസിന് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നതാണ് ഈ രാജ്യം കണ്ടത്. ഇതൊരു MP-യുടെ പോരാട്ടമായിരുന്നു. പക്ഷേ സാധാരണക്കാരനെതിരെയാണ് ഇങ്ങനെ വിദ്വേഷത്തിന്റെ പേരിൽ കേസെടുത്തിരുന്നതെങ്കിൽ അപ്പീൽ പോകാൻ കഴിയാതെ ഒരുപക്ഷെ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ഒരു MP-യെ വരെ സംശയിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്ത് അഹിഷ്ണുത എത്തിച്ചിരിക്കുന്നതാണ് BJP ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിഞ്ഞ സുപ്രീം കോടതി അധികാരത്തിന്റെ ഗർവിൽ ഒരു MP-യെ വരെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ശക്തമായ തീരുമാനമെടുക്കുകയായിരുന്നു. ഇത് മോദി അമിത്ഷാ തട്ടകമായ ഗുജറാത്തിലെ പോലീസിന് മാത്രമല്ല, രാജ്യവ്യാപകമായി ഉപദ്രവിക്കുന്ന BJPയുടെ പോലീസ് സംവിധാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, കർണാടകത്തിൽ വെച്ച് 2019 മോദി എന്നൊരു സമുദായത്തെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയ രാഹുൽ ഗാന്ധി MP-ക്കെതിരെ 2024 ഗുജറാത്തിലെ സൂറത്തിൽ കേസ് നൽകി അകത്താക്കുമെന്നായിരുന്നു ഉദ്ദേശം. അതവർ ചെയ്യുകയും ചെയ്തു. കുറച്ച് പുറത്തിരുത്തി. MP എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു, വസതി നഷ്ടപ്പെട്ടു. അവസാനം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തിരിച്ചു വന്നു. ഗുജറാത്തിലെ പോലീസിനും കിട്ടിയിരിക്കുന്ന ഈ താക്കീതും ചെറുതല്ല. സുപ്രീം കോടതിയാണ് നൽകിയിരിക്കുന്നത്. ഗുജറാത്തിനെ വെച്ച് ഉപദ്രവിക്കാൻ നോക്കിയാൽ അവസാന വിജയം അത് കോൺഗ്രസിന് തന്നെയാണെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു.